അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാം? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ നിങ്ങളോട് നോണ പറയാറുണ്ടാ? വല്ലപ്പോഴല്ലേ നോണ പറയാറുള്ളൂ. അല്ല, ചോദിച്ചതാ. ചോദിക്ക്. അതെ, ആകെ ഒരു ഞായറാഴ്ചയല്ലേ ഞാൻ വെള്ളടിക്കുന്നു പറഞ്ഞുള്ളൂ. അത് നീ സമ്മതിക്കാതെന്താ? എന്ന് ഇത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു കച്ചടപ്പാടുണ്ടാക്കി നീ തടയും. അല്ല, എൻ്റെ കൈ പിടിക്കുമ്പോ എനിക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു. പണ്ട് നിങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള കള്ളുകുടിയാണ്, നീ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ കള്ളു കുടിക്കില്ലാന്ന്. ആ വാക്ക് തെറ്റിച്ചത് പോട്ടെ, പക്ഷെ മിക്കപ്പോഴും കൂട്ടുകാരന്മാരെ കൊടുത്ത് പോയി കുടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ വാണിങ് ചെയ്ത് വേണ്ട വേണ്ടെന്ന്. പിന്നെ ഞായറാഴ്ച ദിവസം പോയത് കമ്പനി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കൂടും നിങ്ങൾക്ക് തോന്നും. അത് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കാരണമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ കുഴപ്പമാണോ? ഒരു ദിവസം ഇങ്ങനെ കുടിച്ചോന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഞായറാഴ്ച അല്ലേ? അതെ, ഒരു ഞായറാഴ്ച വേണ്ട, ഒരു ശനിയാഴ്ച വേണ്ട. മനസ്സിലായില്ലേ? മക്കളൊക്കെ വലുതായി വരികയാണ്. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ അനുഭവം അറിയാല. അത് നിങ്ങൾ മറന്നാ? അത് പിന്നെ ഏത് പ്രസിഡന്റ് ഒരു ദിവസമൊക്കെ കുടിക്കുകയും ചെയ്യും. അത് സ്ഥിരം കുടിയന്മാരൊന്നുമല്ല, വെറുതെ ഒരു റെസ്റ്റോറൻറ്റില്ല, ഒരു ടൈം പാസ്. എന്നിട്ട് അതെ, ഈ ടൈം പാസ്സാണ് പല കുടുംബങ്ങളും നശിപ്പിക്കണേ. മനസ്സിലായ? എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവേ കല്യാണം കഴിഞ്ഞ സമയം തുടങ്ങി ഉടുക്കത്തെ വെള്ളടിയാർന്ന്. പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടും അവൻ കൂട്ടുകാരന്മാരെ കൂടെ പോയി കള്ളുടിക്കും. മനസ്സിലായി? അവരുടെ വീട്ടുകാരുണ്ടായില്ല നന്നാക്കാനായിട്ട്, സ്വന്തക്കാരുണ്ടായില്ല, ബന്ധക്കാരുണ്ടായില്ല. ഈ കൂട്ടുകാരന്മാരുടെ കൂടെ പോയി കിട്ടണ പണിയെടുത്ത് കിട്ടുന്ന പൈസ മൊത്തം കൊണ്ടുപോയിട്ട് ഷെയറിട്ട് കള്ളുകുടിയാ. പാതിരാകുമ്പോൾ 4 കാലം ചിലപ്പോൾ കൂട്ടുകാരന്മാരെ ഉണ്ടായിരിക്കും വീട്ടിൽ വന്ന് കയറണേ. ആ സമയത്തൊക്കെ അവൾ അനുഭവിച്ച വിഷമൊന്നേ ഒരു കുടുംബക്കാർക്കും ഒരു സ്വന്തക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. ലാസ്റ്റ് അവൻ മരിച്ച്. അവന് ഏതവസ്ഥയിലാണ് മരിച്ചെന്ന് മോനക്ക് അറിയാല. എന്നിട്ട് ആർക്കാ കുറ്റുണ്ടായിരുന്നേ? ആ പഴി മൊത്തം കേട്ടത് ആർക്കാ? ആ പെണ്ണിനല്ലേ കേട്ടത്. അവള് കാരണം അവൻ കള്ളുകുടിയനായത് മരിക്കാൻ കാരണം. മൊത്തം പഴി അവൾക്ക് കേട്ട്. അവൾ അനുഭവിച്ചതൊന്നും ഈ ലോകത്ത് ആർക്കും അറിയില്ല. അവൾക്കും അവളുടെ മക്കൾക്കും മാത്രം അറിയാം. ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുന്നത് ആരാ? അവന്റെ മക്കൾ. എന്നിട്ട് അവൾ പൊന്നു പോലെ നോക്കണില്ലേ? നിങ്ങൾക്ക് എന്തിനും വന്നു പോയിക്കാൻ നമ്മുടെ മക്കൾക്ക് ആരുണ്ട്? ചിന്തിച്ചിട്ടുണ്ടാ? ഒരാളുണ്ടാവില്ല. ആ പെണ്ണ് ഇപ്പൊ കിടന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ എന്തോരം അനുഭവിക്കുന്നുണ്ട്. ഭർത്താവില്ലാത്തോളെന്ന് പറഞ്ഞിട്ട് എന്തോരം ആൾക്കാർ അവളെ മേത്ത് കുതിര കയറുന്നുണ്ട്. ഭർത്താവില്ലാണ്ടായി കഴിഞ്ഞാലേ പെണ്ണിന് ഈ സമൂഹത്തിലേ ഒരു മാതിരി വിലയാണ് ചേട്ടാ. അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുടിച്ച് നശിക്കല്ലേ. ദൈവം തന്ന ആയുസ്സും ആരോഗ്യം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ട. അത് ഈ കൂട്ടുകാരന്മാരൊക്കെ കൂടി കഴിക്കുന്ന ഒരുമാതിരി കുടിയന്മാരുടെ കഥ. എടി, ഞാനൊക്കെ ഇത് എവിടെ കഴിക്കണം? എൻ്റെ ലോകം നീ പിള്ളേരല്ലേ. ഞാൻ വല്ലപ്പോഴും ഇതുപോലെ എങ്ങനെയെങ്കിലും ഒറ്റൊരു സാധനം ഇങ്ങനെ ആരും കാണാതെ മേടിച്ച് വരുമ്പോഴത്തേക്കിന് ഇതിനൊക്കെ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാൻ കാര്യാക്കും. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. കുറച്ച് കഴിക്കുമ്പോൾ തോന്നും അത് പിന്നെ കഴിക്കണം. പിന്നെ അത് ടെൻഡൻസി ആവും. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളറിയാണ്ട് കൂട്ടുകാരന്മാരുടെ കൂടെ പോയിട്ട് കഴിക്കണം എന്ന് തോന്നും. അത് ഫ്രണ്ട്ഷിപ്പിലേക്ക് ഇപ്പൊ സൗഹൃദത്തിൻ്റെ ഇതിലേക്ക് വലയത്തിലേക്ക് പോയി കഴിഞ്ഞാലേ കുടുംബത്തെ മറക്കും, കുടുംബ ബന്ധങ്ങളെ മറക്കും, മനസ്സിലുള്ള പ്രണയവും ഇല്ലാണ്ടാവും, എല്ലാം ഇല്ലാണ്ടാകും. അത്യാവശ്യം കൂട്ടുകെട്ട് സൗഹൃദമൊക്കെ അത്യാവശ്യം മതിയേട്ടാ. കുടുംബമാണ് ഏറ്റവും വലിയ സുഹൃത്ത് വലയം. ഭാര്യ, മക്കള്, അവിടെയാണ് ഏറ്റവും വലിയ സൗഹൃദം വേണ്ടത്. അപ്പൊ തന്നെ എല്ലാ കുടുംബവും രക്ഷപ്പെടും. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് മാറ്റി കുടുംബത്തോടൊപ്പം ചെലവഴിച്ച് നോക്കി. അതിൽ പല ഒരു സന്തോഷം സമാധാനമൊക്കെ എന്തിനുള്ളത്? നിങ്ങൾ കള്ള് കുടിക്കണ്ട. മനസ്സിലായ? നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിലേ ക്രിസ്മസ് ആകുമ്പോൾ വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം. പോരെ? ഒരു കുപ്പി വൈൻ വാങ്ങിച്ചിട്ട്, കള്ളല്ല വൈ മതിയില്ലേ? അയ്യണ വൈന് ഊച്ചക്കും പട്ടിക്കും കൊടുക്കണ സാധനം ആരെങ്കിലും ഇത് കുടിക്കുമോ? അതിനെക്കാട്ടും പെപ്സിയോ കൊക്കക്കോള കുടിച്ചാൽ പോരെ. സാധനം വാങ്ങിക്കാം, നല്ല മുന്തിയൊരു സാധനം വാങ്ങിക്കാം. റെഡിയാണോ? ഉറപ്പ് തരണം. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ കുപ്പിക്ക് കുപ്പി. പക്ഷെ ഒരു കാര്യം, 2 കൂടുതൽ ഞാൻ കഴിക്കാൻ സമ്മതിക്കില്ല. അത് കഴിച്ച് മര്യാദ കുടുംബത്തെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. പിന്നെ ഇവിടെ ഫുള്ള് മരമൊന്നും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ക്വാർട്ടർ വാങ്ങിച്ചിട്ട് തന്നാൽ മതി.
ഫുള്ള് മരം കൊണ്ടുവന്ന് നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ കുടിച്ചോണ്ടേയിരിക്കും. പിന്നെ പിന്നെ കുടിക്കണമെന്നേ തോന്നിക്കൊണ്ടിരിക്കും. അപ്പൊ ചെറിയൊരു ക്വാർട്ടർ വാങ്ങിച്ചിട്ട് എൻ്റെ ചേട്ടായി ക്രിസ്തുമസിന്റെ അന്ന് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് രാവിലെ കേക്ക് മുറിക്കുന്ന സമയത്ത് ഒരെണ്ണം കഴിച്ചോ, 1 2 മനസ്സിലായില്ലേ? അതിൽ കൂടുതൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഞാൻ ഡിവോഴ്സ് ചെയ്യും. മനസ്സിലായ? മനസ്സിലായേ? ക്വാർട്ടറെങ്കിൽ ക്വാർട്ടർ, അതെങ്കിലും ഇറക്കി വെള്ളം ചേർക്കാതെയും തല്ലിപ്പൊട്ടിക്കാതെയും തരുമോ? ഡൺ. ഈ മനുഷ്യന്റെ ഒരു കാര്യം.